എങ്ങനെയുണ്ട് നിന്റെ പഠിത്തമൊക്കെ? നിന്റെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ടെന്ന്? പഴയതുപോലെ തന്നെ. ഇങ്ങോട്ട് നോക്കിയേ. ശോഭയോട് നീ നല്ല ബഹുമാനത്തിലൊക്കെ പെരുമാറണം കേട്ടോ. നിന്റെ ചേട്ടത്തി അമ്മയാണ്, അത് മറക്കണ്ട. കളിയാക്കിയിട്ടുള്ള സംസാരമൊന്നും ആ കുട്ടിയോട് വേണ്ട. എന്താ ചിരിക്കുന്നേ? പിന്നെ വേറൊരു കാര്യം, അടുക്കളപ്പണി അധികം ശീലിച്ചിട്ടുള്ള കുട്ടിയൊന്നുമല്ല. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ സമ്മതിക്കണ്ട. അടുക്കളപ്പണി ശീലിച്ചിട്ടില്ല ദിനേശ് ചേട്ടൻ എങ്ങനെ അറിയാം? അവരുടെ അടുക്കളയിൽ പോയി നോക്കിയിട്ടുണ്ടോ? നിന്റെ ഈ മാതിരി സംസാരമാണ് എനിക്ക് തീരെ രസിക്കാത്തത്. ഇനിയിപ്പോ ആ കുട്ടി പണി എടുക്കാമെന്ന് പറഞ്ഞാലും നീ സമ്മതിക്കണ്ട. അതാണ് സ്നേഹമുള്ള കുട്ടികളുടെ ലക്ഷണം. ശോഭ ചേച്ചി ഇങ്ങനെയൊന്നല്ല പറഞ്ഞത്. തങ്കമണി പോയി പഠിച്ചോളൂ, അടുക്കളയിലേക്ക് വരിക വേണ്ടെന്നാ. അങ്ങനെ പറഞ്ഞു? നേരം വെളുത്തപ്പ് തുടങ്ങിയതാ. പാത്രം കഴുകലും ചായ ഉണ്ടാക്കലും. അടുക്കളയിൽ ഭയങ്കര യുദ്ധത്തിലാ. അപ്പൊ അടുക്കളയിൽ ഉണ്ടല്ലേ? ആഹാ, നീ കുളിച്ചിട്ടും പിടിച്ചിട്ടും ഒന്നും ഇല്ലേ? പ്രസി പോകുന്നില്ലേ? പോകുന്നുണ്ട്. പിന്നെ ചായ വേണോ? വേണ്ട. അല്ല, ഈ കല്യാണത്തിന് വാങ്ങിച്ച അരിയും സാധനങ്ങളൊക്കെ എത്ര ബാക്കിയുണ്ടെന്ന് അടുക്കളയിലൊന്നും നോക്കാൻ വേണ്ടി വന്നതാ. അതൊക്കെ അങ്ങ് സ്റ്റോർ റൂമില്ല. അടുക്കളയിലൊന്നുമില്ലേ? ഉണ്ട്, ചട്ടിയും കലം ഉണ്ട്. എന്താ കാണണോ? അയ്യോ, അതുണ്ട. ഇന്നലെ കവറിലിട്ട് പണം തന്നവരുടെ പേര് വിവരങ്ങളൊക്കെ നോട്ട് പുസ്തകത്തിൽ എഴുതിയോ? അതൊക്കെ പിന്നെ എഴുതാലോ. പിന്നെയോ? ഇപ്പൊ എഴുതണം. എന്നിട്ട് ആ നോട്ട് പുസ്തകം എന്റെ താ. എല്ലാത്തിനും ഒരു വ്യവസ്ഥ വേണം. പോടാ, ചെന്നിരുന്ന് എഴുതിക്കൊണ്ട് വാടാ. ഒന്നുമില്ല. ശോഭേ, കാലത്ത് ഒരുപാട് നേരത്തെ എഴുന്നേറ്റോ? എന്നിട്ട് എന്താ എന്നെ ഉണർത്താതിരുന്നു? എന്താ അമ്മേ? കണക്കെഴുതിയോ? ഇപ്പൊ എഴുതാം. അമ്മേ, എന്താന്നറിയില്ല, ഞാനിന്ന് പ്രസ് പോണോ? മര്യാദക്ക് പോകുന്നതാ നിനക്ക് നല്ലത്. അതെ അതെ, അതാ നല്ലത്. എന്നാലും പാല് കൊണ്ടുവരാത്തത് എന്റെ കുറ്റമൊന്നും അല്ലല്ലോ. പുകഴ്ത്തണമെന്ന് പറഞ്ഞിട്ട് അതെങ്കിലും ചെയ്യായിരുന്നില്ലേ? പുകഴ്ത്താനുള്ള സംഭാഷണം പറഞ്ഞു പഠിക്കുന്നത് കേട്ടോണ്ടല്ലേ ശോഭ കയറി വന്നത്. വാതിൽ തുറക്കണ ശബ്ദം കേട്ടില്ലേ? വാതില് ചാരാൻ മറന്നു. അതൊക്കെ എന്റെ കുറ്റാ? ആരുടെ കുറ്റായാലും ആകെ നാറിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മേക്കെട്ടി വീണ് സംഭവം ആകെ കൊളാകുകയും ചെയ്തു. കാലത്ത് എഴുന്നേറ്റ് തമ്മിൽ ഒരു വാക്കും മിണ്ടാൻ പറ്റില്ലാന്നേ. അമ്മയെ കൊണ്ട് ഭയങ്കര ശല്യം. സത്യം പറഞ്ഞാൽ എനിക്കിവിടെ ഇരിപ്പുറക്കുന്നില്ല. പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് പോകുന്നത്? പോതില്ലെങ്കിൽ ശോഭയുടെ മുമ്പിൽ വെച്ച് അമ്മയുടെ തെറി കേൾക്കേണ്ടി വരും. അതോടെ എന്റെ വേറ്റ് പോവും. പ്രസിന്റെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഞാനിപ്പോഴൊന്ന് അങ്ങോട്ട് പോയാലോ? ചെല്ലടോ. സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ എന്തിനാ ഒളിച്ചുകളി? താൻ ധൈര്യമായിട്ട് ചെല്ല്. അമ്മയുടെ പണി നോക്കാൻ പറ. അമ്മ കണ്ട പ്രശ്നമാണെന്നേ. അമ്മ കാണാതെ ശോഭയെ കാണാൻ പറ്റണം. അതിനെന്താണ് ഒരു വഴി ഈശ്വരൻ? ഒരു വഴിയുണ്ട്. നല്ല ആരോഗ്യമുള്ള 4 ആളെയും വിളിച്ച് ഒരു കാറുമായി അങ്ങോട്ട് ചെല്ല്. എന്നിട്ട് ശോഭയെ തട്ടിക്കൊണ്ടുപോയി രജിസ്റ്റർ മാരേജ് നടത്ത്. എന്നിട്ട് എവിടെങ്കിലും പോയി താമസിക്കും. അപ്പൊ പിന്നെ സുഖമായിട്ട് കാണാലോ. ഇതാരാ ഈ കഥവ് തുറന്നിട്ടത്? ശോഭേ,
ശോഭേ വരുന്നു അമ്മേ. ആഹാ, അപ്പൊ അവള് കുളി കഴിഞ്ഞ് ഇറങ്ങിയിട്ടില്ല. ഈശ്വര, വല്ല കള്ളന്മാരും അകത്തോട്ട് കേറിയോ? ഈ കുട്ടിയുടെ ഒരു കാര്യം. ശോഭേ, ഓ, പണയം മാലയൊക്കെ ഉള്ളതല്ലേ, അലമാരി പൂട്ടാതാണോ കുളിക്കാൻ പോകുന്നത്? ആരാമ്മേ? നിനക്ക് മുൻമസ്തി എന്നിരുന്ന് പഠിച്ചാലെന്താ? കള്ളന്മാർക്ക് ഇപ്പൊ രാത്രിയെന്നോ പകലെന്നോ ഇല്ല. അയ്യോ, ഓടി വരണേ, ഞങ്ങളുടെ അലമാരിക്കകത്ത് കള്ളരെ, ഓടി വരണേ. അയ്യോ, ഇവിടെ ആണുങ്ങൾ ആരുമില്ലേ? ഞങ്ങളുടെ വീട്ടിൽ കള്ളം കയറി, അലമാരിക്കകത്ത് കള്ളം കയറി. ഒന്ന് ഓടി വരണേ. അയ്യോ, ഒന്ന് ഓടി വരണേ. എവിടെ കള്ളൻ? എവിടെ? കള്ളൻ എവിടെയും പോയിട്ടില്ല, ഈ അലമാരിക്കകത്ത് തന്നെ ഉണ്ട്. പട്ടാ പകല് മുൻവശത്തെ വാതിലും തുറന്ന് അകത്ത് കയറി ഈ കള്ളൻ ചില്ലറ കള്ളനൊന്നും അല്ല. കള്ളനെങ്ങനെ അലമാരിക്കകത്തായി? കല്യാണം കഴിഞ്ഞ് വീടാണെന്ന് അന്വേഷിച്ച് അറിഞ്ഞിരിക്കുമല്ലോ. മാലയമളെ കക്കാൻ ഇറങ്ങിയതാ പേരും കള്ളൻ. അതല്ല, എങ്ങനെ അകത്ത് വിട്ടു? അതല്ലേ രസം. കള്ളൻ അകത്ത് കയറിയത് ഞാൻ അലമാരി പൂട്ടി താക്കോലെടുത്തു. അപ്പൊ കള്ളനെ കണ്ടോ? മുഖം കണ്ടില്ല. അലമാര പൊളിക്കട്ടെ? അയ്യോ, അത് വേണ്ട, മറിച്ചിട്ടിട്ട് താക്കോലുണ്ട് തുറക്കാം. എനിക്ക് താക്കോൽ എടുത്തുണ്ടോ? ആ, ഒന്ന് പറയുന്നേ, ഒന്ന് പറയുന്നേ. നമ്മളിങ്ങനെ വെറും കൈയോടെ നിന്നാൽ അപകട. മക്കളെ, കത്തിയും കൂടുതൽ എടുത്തുകൊണ്ട് വാ. അയ്യോ, കത്തി കൊണ്ടൊന്നും ചെയ്യണ്ട. സിസ്റ്റർ ഉമ്മാരി, ഇവന്റെ കയ്യില് തോക്കുണ്ടോ ബോംബുണ്ടോ എന്നൊന്നും അറിയാൻ മേല. ഒരു ജീവൻ മരണ കളിയാ ഞങ്ങളും കളിക്കുന്നത്. എടാ, നോക്കി നിൽക്കാതെ വല്ല വടിയും കുന്തൂക്കി എടുത്തുകൊണ്ട് വാടക ഇങ്ങോട്ട്. ആശാനൊന്ന് പിടിച്ചാട്ടെ. ആ, വേം പിടി. മണി അവിടെ. അയ്യോ, ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. വെട്ടാനല്ല സിസ്റ്ററെ, ഒരു ആത്മരക്ഷയ്ക്കാ. അടിക്കുന്നവരാരാണെന്ന് വെച്ചാൽ ഓരോ വടി വാങ്ങിച്ചോളൂ. കൃഷ്ണേട്ടൻ കളരിയൊക്കെ പഠിച്ച ആളല്ലേ, ആദ്യത്തെ അടി നിങ്ങളായിക്കോ. അതെ, പക്ഷേ എനിക്കിപ്പം പരിശീലനം സ്വല്പം കുറവാ. നേരം കളയാതെ അടിക്കുന്നവർ മുന്നോട്ട് വന്നാട്ടെ. താക്കോലിതാ, താക്കോൽ. ആ, ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. ഞാൻ തുറക്കാൻ പോവുകയാണ്. ഞാൻ തുറന്നത് മാധവ, ആദ്യത്തെ അടി വീണ്ടിരിക്കണം. അടിയടാ. അമ്മേ! അയ്യോ, കൊല്ലല്ലേ, കൊല്ലല്ലേ, ഞാനാണ്. ദിനേശ, ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ.